السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാൻ നാം ഏവരും പഠിക്കുകയും ദിവസവും പാരായണം ചെയ്യൽ പ്രത്യേകം പോരിശയുണ്ടെന്ന് പഠിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ സൂറത്തിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 78 ആയത്തുകളുള്ള ഈ സൂറത്തുർ റഹ്മാൻ മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ചതാണ്. അർ റഹ്മാൻ, കരുണയുള്ളവനായ റബ്ബ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മഹത്തരമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണമാണ് റഹ്മാൻ, ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ, നൽകുന്നവൻ. ഈ അധ്യായത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ആദ്യമായി പറയുന്നു, അല്ലമൽ ഖുർആൻ. അള്ളാഹു മനുഷ്യന് നൽകിയ വലിയ ഒരു കാരുണ്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവൻ മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാമൊക്കെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു എന്നല്ല, മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കാനും അവൻ പറഞ്ഞ കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാനും ആവശ്യമായ കഴിവ്, ഈ ഖുർആൻ മനസ്സിലാക്കാനുള്ള കഴിവ്, അത് ഗ്രഹിക്കാനുള്ള കഴിവ്, അതിന് പറ്റിയ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സജ്ജമാക്കി തന്നത് അള്ളാഹുവാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ കേവലം പാരായണം ചെയ്യാൻ മാത്രമല്ല, മറിച്ച് അതിൻ്റെ മറ്റ് കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ശിരസാവഹിക്കുമ്പോഴാണ് നാം വിശ്വാസികളാകുന്ന മനുഷ്യർ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഖലഖൽ ഇൻസാൻ, ഓരോന്നും റബ്ബ് പറയുകയാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യന് അള്ളാഹു ജന്മം നൽകി എന്നത് അവന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനു ശേഷമാണല്ലോ ഖുർആൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുക എന്നതിന് മുമ്പ് ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു പ്രധാന രഹസ്യമുണ്ട്. അതെന്താ നാം മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഇവിടെ ജീവിക്കുവാനും വികസിക്കുവാനും ആവശ്യമായ വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം തുടങ്ങി അനേകം കാര്യങ്ങൾ റബ്ബ് സജ്ജമാക്കിയ ശേഷമാണ് മനുഷ്യനെ പഠിച്ചത്. എന്നാൽ മറ്റിതര സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവയ്ക്കൊന്നും അള്ളാഹു നൽകാത്ത പ്രത്യേകമായ സവിശേഷ ബുദ്ധിയും വിവേകവും വിവരവും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖുർആനിലൂടെ മനുഷ്യൻ വിജയത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് സൃഷ്ടിപ്പിന് മുമ്പ് ഖുർആൻ്റെ പാരായണത്തെക്കുറിച്ചും അത് പഠിപ്പിച്ച റബ്ബിൻ്റെ മഹത്വത്തെക്കുറിച്ചും സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു നമ്മെ ഉണർത്തിയത്. കാരണം ഈ ഖുർആനിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് ആത്യന്തിക വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. 4-ാമത്തെ വചനം, അല്ലമഹുൽ ബയാൻ, അവന് വിവരണം പഠിപ്പിച്ചു. അതായത് ഇവിടെ ബയാൻ എന്നതിൻ്റെ ഉദ്ദേശ്യം മനുഷ്യന് റബ്ബ് നൽകിയ സംസാരശേഷിയാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും അത് കാണാൻ കഴിയില്ല. പരസ്പരം സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സംഭാഷണം നടത്തുന്നത്, ഇത് നമ്മളാരും കണ്ടിട്ടില്ല. അതായത് അള്ളാഹു മനുഷ്യന് നൽകിയ പ്രത്യേകമായ ഒരു കാരുണ്യമാണിത്, അവൻ്റെ അനുഗ്രഹമാണ്. കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഏകാന്തനായി ജീവിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അവിടെയാണ് അള്ളാഹു സംസാരിക്കാനുള്ള ശേഷി റബ്ബ് മനുഷ്യന്മാർക്ക് നൽകുന്നത്. അതിലൂടെ കാര്യങ്ങൾ പരസ്പരം കൈമാറുകയും അതിലൂടെ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന രീതി, ഇത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നാണ് റബ്ബ് ഈ വചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അതായത് സൂര്യനും ചന്ദ്രനും ബിഹുസ്ബാൻ, അവൻ നിശ്ചയിച്ച ഒരു പ്രത്യേക കണക്കനുസരിച്ചാകുന്നു. അതായത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ് സർവ്വചരാചരങ്ങളും എന്നതാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഈ ലോകത്ത് രാപ്പകലുകൾ മാറി മറിയാൻ നമ്മെ സഹായിക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ഘടകമായി നാം പഠിച്ചിട്ടുള്ള സൂര്യചന്ദ്രന്മാരുടെ ഭ്രമണം, അകലം, ചൂട്, തണുപ്പ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിശ്ചയിച്ച ഒരു കണക്കനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത്. ഈ കാര്യം സൂറത്തുൽ യാസീനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു കണക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഭ്രമണപഥത്തിൻ്റെ, അതല്ലെങ്കിൽ അതിൻ്റെ അകൽച്ചയുടെ, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരത്തിൻ്റെ, അതിൻ്റെ ചൂടിൻ്റെ അളവ്, തണുപ്പിൻ്റെ തോത്, ഇതിലെങ്ങാനും വല്ല ചെറിയ മാറ്റങ്ങളും സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഈ സൂര്യചന്ദ്രൻ തുടങ്ങി ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന പോലും അള്ളാഹു നമുക്ക് വേണ്ടി കൃത്യമായി സംവിധാനിച്ചു തന്നു. അവിടെ മാത്രം പറയുന്നില്ല, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള വൃക്ഷങ്ങളും, അതേപോലെ നജ്മ്, ഇതിന് വള്ളികൾ എന്നും അർത്ഥമുണ്ട്. അതേപ്രകാരം തന്നെ നക്ഷത്രങ്ങൾ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ എന്നുമുണ്ട്. ഏതായാലും ഇവകളെല്ലാം അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് സൂറത്തുൽ ഹജ്ജിൻ്റെ 18-ാം വചനം
അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജുമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകസീറും മിനൻ നാസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആകാശത്തിലുള്ള, ഭൂമിയിലുള്ള സൂര്യ, ചന്ദ്ര, നക്ഷത്ര, പർവ്വത, മര, മൃഗങ്ങൾ തുടങ്ങി സർവ്വതും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ഉപോത്ഫലകമായിട്ടാണ് ഇവിടെയും പറഞ്ഞത്. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. 7-ാമത്തെ വചനം, ആകാശത്തെ അവൻ ഉയർത്തി. വവളഅൽ മീസാൻ, അവൻ മീസാനിനെ സ്ഥാപിക്കുകയും ചെയ്തു. മീസാൻ എന്ന് പറഞ്ഞാൽ നീതി സ്ഥാപിക്കുകയും ചെയ്തു. അതായത് നമുക്ക് ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഈ ആകാശത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു തൂണ് പോലും ഇല്ലാതെ ആകാശത്തെ ഉയർത്തി നിർത്തിയ റബ്ബിൻ്റെ അത്ഭുതം അത് എത്ര സംഭവമാണ്. അത് റബ്ബ് നമുക്ക് നൽകിയ കാരുണ്യമാണല്ലോ. നമ്മളൊരു ബിൽഡിങ് അതല്ലെങ്കിൽ വല്ലെന്തെങ്കിലും ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് എത്ര തൂണുകളും അതേപോലെ തന്നെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നിർമ്മിക്കണം. ഇവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമാം വിധം ഒരു തൂണ് പോലും ഇല്ലാതെ ഈ നിലനിർത്തിയ ആകാശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ഓർക്കാൻ പറയുന്നത്. വവളഅൽ മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നീതിന്യായം എന്ന അർത്ഥത്തിലാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് ലോകത്തുള്ള ഈ വ്യവസ്ഥ ലോകാടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹു നീതിയോടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സർവ്വ വിഷയത്തിലും നീതി പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പ്രസ്തുത ആയത്തിൻ്റെ ശേഷം അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അതായത് നിങ്ങൾ തൂക്കത്തിൽ ക്രമം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് റബ്ബ് ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ കാര്യത്തിലും അള്ളാഹു നിശ്ചയിച്ച വഴിയാണ് നീതി. അത് അവഗണിക്കുക എന്ന് പറഞ്ഞാൽ, അതിനെ അവഗണിച്ചാൽ അത് ക്രമം തെറ്റിക്കലാണ്. ചെയ്യാൻ കൽപ്പിച്ചത് നമ്മൾ ചെയ്യാതിരുന്നാൽ അത് അനീതിയാണ്. വിലക്കിയത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്. അപ്പോൾ ക്രമം തെറ്റിച്ചാൽ അക്രമമാകും. അങ്ങനെ അക്രമം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. 9-ാമത്തെ വചനം, വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നിങ്ങൾ നീതി അനുസരിച്ച് തൂക്കം നിലനിർത്തുക. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, എന്നിട്ട് പറയുകയാണ് വലാ തുഖ്സിറുൽ മീസാൻ, തൂക്കത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. അതായത് അളവിലും തൂക്കത്തിലും ക്രമം തെറ്റിക്കൽ വലിയ അരുതായ്മയാണെന്ന് ഖുർആൻ പല സ്ഥലങ്ങളിൽ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകം വിശദീകരണം പറയുന്ന ആയത്തുകൾ വരാനുണ്ട്. നമുക്ക് സംസാരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇവിടെ പറയുന്നത് അളവിലും തൂക്കത്തിലും നമ്മൾ ഒരിക്കലും ഏറ്റവ്യത്യാസം നടത്തരുത്. പുതിയ കാലത്ത് ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ അളവിലും തൂക്കത്തിലും ഏറ്റവ്യത്യാസങ്ങൾ നടത്തി ആളുകളെ കബളിപ്പിക്കുക എന്നുള്ളത്. പലപ്പോഴും അത് ബിസിനസ് സ്ട്രാറ്റജി ആയിട്ടും പറ്റും ആളുകൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ശരിയല്ല. ഒരു ഇടപാട് നടത്തുമ്പം ഫിഖ്ഹ് പറയുന്നത് അനുസരിച്ച് അതിൻ്റെ അളവും തൂക്കവും കൃത്യമാവണം. അത് എത്രയാണ് എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ അങ്ങനെയുള്ള അളവിലും തൂക്കത്തിലുള്ള വ്യത്യാസം കാരണം അത് അക്രമമാണ് എന്ന ഖുർആനിൻ്റെ സൂചന കൊണ്ടാണ് അയിമത്തുകളും ഫുഖഹാക്കളും ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് എന്നാണ് 9-ാമത്തെ വചനം. 10-ാമത്തത് വൽ അർള വളഅഹാ ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടിയാണ് അവൻ ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് മനുഷ്യനാകുന്ന നമുക്ക് വേണ്ടിയാണ്. ലോകത്ത് എത്ര തരം സ്പീഷ്യസുകളുണ്ട്, എത്ര തരം മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മറ്റ് ജന്തുക്കളുണ്ട്. ഈ ആവാസ വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ്റെ നിലനിൽപ്പും അവൻ്റെ പുരോഗതിയും ഉയർച്ചയുമാണെന്നാണ് ഖുർആൻ പറയുന്നത്. നാം ഒരു വേള ചിന്തിക്കണം, എത്ര ജീവികൾ ലോകത്തുണ്ട്, നമുക്ക് മനുഷ്യരായല്ലോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ റബ്ബ് നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാവണം. അങ്ങനെ ഒരു കൃത്യമായ ബോധമുള്ള മനസ്സിന് മനുഷ്യന് ഒരിക്കലും തെറ്റുകളിലേക്ക് അധപ്പതിക്കാനോ അക്രമകാരിയാവാനോ അനീതി പ്രവർത്തിക്കാനോ കഴിയില്ല. ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം, ആ ഭൂമിയിൽ പഴവർഗ്ഗങ്ങളുണ്ട്. അതേപോലെ തന്നെ വന്നഖ്ലു ദാതുൽ അക്മാം, അതായത് കൂമ്പുകളുള്ള ഈത്തപ്പനകളുമുണ്ട്. അതായത് വിവിധ പഴവർഗ്ഗങ്ങൾ മനുഷ്യന് വേണ്ടി അള്ളാഹു പഠിച്ചിട്ടുണ്ട്. അക്മാം എന്നാൽ പൂക്കളെയും പഴങ്ങളെയും പൊതിഞ്ഞു നിൽക്കുന്ന ഓളകൾക്കും കുലകളെ പൊതിഞ്ഞു നിൽക്കുന്ന കൂമ്പോളകൾക്കും പറയുന്നതാണ്. അതായത് ഈ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഫലങ്ങളൊക്കെ കായ്ക്കുമ്പം അവിടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേകമായ ഒരു സംവിധാനം. അപ്പോൾ ഇത്ര സുന്ദരമായിട്ടാണ് ഖുർആനിൻ്റെ ഓരോ വചനവും. അപ്പോൾ ഖുർആനിൻ്റെ പ്രഥമ സംബോധിതരാകുന്നത് അറബികളായതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും പരിചയമുള്ള വൃക്ഷമാകുന്ന ഈത്തപ്പനയെക്കുറിച്ച് ഖുർആൻ പ്രത്യേകം പറയുന്നത്. ഈത്തപ്പഴം ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് അറബികൾക്ക്. അതുകൊണ്ട് തന്നെ ഈത്തപ്പനയുടെ എല്ലാ അവശിഷ്ടങ്ങളും വിവിധ ഉപകാരമുള്ളവയാണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതിൻ്റെ കൂമ്പകൾ അക്മാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. ഭൂമിയുടെ മറ്റ് സവിശേഷതകൾ റബ്ബ് പറയുകയാണ്. വൽഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, വൽഹബ്ബ് ദുൽ അസ്ഫ്, വൈക്കോലുള്ള ധാന്യവർഗ്ഗവും അതേപോലെ തന്നെ വറൈഹാൻ, സുഗന്ധച്ചെടികളും ആ ഭൂമിയിലുണ്ട്. ഈ അസ്ഫ് എന്ന് പറഞ്ഞാൽ
ഈ ഗോതമ്പിനും നെല്ലിലൊക്കെ നമ്മൾ കാണുന്ന അതിൻ്റെ വൈക്കോല്, അതിനാണ് അസ്ഫ് എന്ന് പറയുക. അപ്പോൾ അത്തരമുള്ള ഈ ധാന്യങ്ങൾ, ഗോതമ്പ്, തൊലിഗോതമ്പ്, മറ്റ് അരി തുടങ്ങിയ എല്ലാ ധാന്യവർഗവും, അതേപോലെ തന്നെ റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള വാസനയുള്ള ചെടികൾ, ഇതെല്ലാം റബ്ബ് നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു 12ഓളം വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ ആകാശഭൂമികളിൽ മനുഷ്യന് വേണ്ടി സംവിധാനിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ചോദിക്കുന്നു. 13-ാമത്തെ വചനം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി ആലാ, അപ്പോൾ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ രണ്ട് കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ വചനം നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ 31 തവണ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു വചനം. ഇതൊരു റബ്ബ് സൃഷ്ടികളാകുന്ന മനുഷ്യരോടും അതേപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ വിഭാഗം ജിന്നുകൾ, അതായത് സഖലൈൻ മനുഷ്യ ജിന്ന് വർഗ്ഗങ്ങളിലേക്കാണല്ലോ ഈ ദീനുമായിട്ട് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തോടും അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, ഞാൻ ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 31 തവണ ഈ ചോദ്യം ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജിന്നുകളോട് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിക്കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, നീ തന്ന ഒരു അനുഗ്രഹങ്ങളും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അതിനെയൊന്നും ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ നല്ല മറുപടി നൽകിയ ജിന്നുകളുടെ മറുപടി നിങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആയത്ത് ഓതുമ്പോൾ ഈ ഒരു ദിക്ർ, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്ന് പറയൽ പ്രത്യേകം മഹത്വമുണ്ട്. ഇരിക്കട്ടെ. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, ഈ കലം പോലെ, കൽ ഫഖാർ കലം പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന സൽസാൽ കളിമണ്ണിനാൽ അതിൽ നിന്ന് ഖലഖൽ ഇൻസാന മനുഷ്യനെ സൃഷ്ടിച്ചു. നേരത്തെ തുടക്കത്തിൽ ഖലഖൽ ഇൻസാൻ എന്ന് പറഞ്ഞു, ഇവിടെ അല്പം കൂടി വിശദീകരണം കൂട്ടി പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അതിൽ ഒരു സ്ഥലത്ത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും ഒട്ടുന്ന കളിമണ്ണിൽ നിന്ന് പഠിച്ചുവെന്നും കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ പറയുമ്പം നമ്മളാകെ പരിഭ്രാന്തരാകരുത്. ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഇല്ല. കാരണം അത് നമ്മെ പരിപാലിക്കുന്ന റബ്ബിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിൽ യാതൊരുവിധ വൈരുദ്ധ്യങ്ങൾക്കും അവിടെ വഴിയില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പല ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അയിമ്മത്തുകളും മുഫസ്സിറുകളും പ്രത്യേകം പറയുന്നുണ്ട്. ഇത്തരം ആയത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതനിഷേധികളും യുക്തിവാദികളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പലപ്പോഴും പല ചോദ്യങ്ങളും മുസ്ലിമുകൾക്കെതിരെ തൊടുത്തുവിടാറുണ്ട്. എന്നാൽ അത്തരം ചോദ്യശരങ്ങളൊന്നും നമ്മൾ ഒരിക്കലും കണക്കിലെടുക്കരുത്. മറിച്ച് ഖുർആനിൻ്റെ പ്രയോഗവും അതിൻ്റെ പ്രതിപാദ്യ രീതിയും സംബോധന രീതിയുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം ആ ഖുർആനിൻ്റെ അത്ഭുതത്തിലേക്ക് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. കേവലം ഒരു വായന കൊണ്ട് ഖുർആൻ മനസ്സിലാക്കി പഠിച്ചെടുത്ത് പൂർണ്ണനാവാം എന്നാരും ധരിക്കരുത്. അത് മൗഢ്യമാണ്. 15-ാമത്തെ സൂക്തം, വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ഇരുവിഭാഗങ്ങളോടും ഖുർആൻ സംസാരിക്കുകയാണ്, ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പറഞ്ഞു. ഇനി ജിന്നുകളെ, വഖലഖൽ ജാന്ന അവരെ പടച്ചത് മിൻ മാരിജിൻ മിൻ നാർ, അഗ്നി തീയിൽ നിന്നുള്ള ജ്വാലയായും അവൻ സൃഷ്ടിച്ചു എന്നാണ്. മിൻ മാരിജിൻ മിൻ നാർ, അതായത് പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നും ജിന്നുകളെ പഠിച്ചു എന്നാണ്. അപ്പോൾ ജിന്നുകളെ പഠിച്ചത് അഗ്നിയിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. മനുഷ്യനെ പഠിച്ചത് മണ്ണിൽ നിന്നാണ്. റബ്ബിൻ്റെ ചോദ്യം തുടരുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 17-ാമത്തെ വചനം, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ നാഥനും രണ്ട് അസ്തമാന സ്ഥാനങ്ങളുടെ നാഥനുമാണ് റബ്ബ്. റബ്ബുൽ മശ്രിഖൈൻ ഉദയസ്ഥാനങ്ങൾ അതിൻ്റെ റബ്ബാണ്. വ റബ്ബുൽ മഗ്രിബൈൻ അസ്തമാന സ്ഥാനങ്ങൾ അതിൻ്റെയും നാഥനാണ് റബ്ബ്. എന്താണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശ്യം? പല വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നേരത്തെ സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഉദയം അസ്തമയം, ചന്ദ്രൻ്റെ ഉദയം അസ്തമയം, അപ്പം രണ്ട് ഉദയസ്ഥാനങ്ങളും വന്നു, രണ്ട് അസ്തമയ സ്ഥാനങ്ങളും വന്നു. അതല്ല, ഈ തണുപ്പ് കാലത്ത് ഭൂമിയിലുണ്ടാകുന്ന ദിവസങ്ങളിൽ ഏറ്റവും ചെറിയ ദിവസം അതിൻ്റെ ഉദയസ്ഥാനവും ആ ദിവസത്തിൻ്റെ പ്രാരംഭവും അതിൻ്റെ പ്രദോഷവും. അതേപോലെ തന്നെ തണുപ്പ് കാലത്ത്, ചൂടുകാലത്ത് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ദിവസം, ആ പകലിൻ്റെ ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും എന്നാണ് ഈ രണ്ട് സ്ഥാനങ്ങൾ. അപ്പം രണ്ടും 4ആയി. അതല്ല, ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങൾ, അങ്ങനെയാണല്ലോ ഭൂമി ഒരു ഗോളാകൃതിയിലാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളാക്കിയാൽ ആ രണ്ട് അർദ്ധഗോളങ്ങൾക്കും രണ്ട് ഉദയസ്ഥാനവും ഉണ്ടാവും, രണ്ട് അസ്തമയ സ്ഥാനവും ഉണ്ടാവും. ഇങ്ങനെയാണെന്ന് പറഞ്ഞ അയിമത്തുകളും ഉണ്ട്. ഏതായാലും അള്ളാഹു ആണ് സർവ്വതിൻ്റെയും നാഥൻ എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ആയത്തിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, റബ്ബിൻ്റെ ചോദ്യം തുടരുകയാണ്. ഈ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്?
മറജൽ ബഹ്റൈനി യൽതഖിയാൻ. അള്ളാഹു പറയുന്നു, രണ്ട് സമുദ്രങ്ങളെ അവൻ പരസ്പരം കൂട്ടിമുട്ടുന്ന വിധം അവൻ അയച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറജൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങളെ അവൻ അയച്ചു വിട്ടിരിക്കുന്നു. യൽതഖിയാൻ, അത് രണ്ടും കൂട്ടിമുട്ടുന്നതായ നിലയിൽ. അതായത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു അത്ഭുതമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമുദ്രം രണ്ട് തട്ടാണെന്നും രണ്ട് രൂപമാണെന്നും ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ഉപ്പുവെള്ളവും നല്ല വെള്ളവുമാണ് ഇവിടെ ഉദ്ദേശം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉപ്പുവെള്ളം ഒരിക്കലും നല്ല വെള്ളവുമായിട്ട് കലരൂല. അപ്പം അതിനിടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മറയിട്ടു. അതല്ല, പുതിയ കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഓഷ്യൻ സയൻറ്റിസ്റ്റുകൾ പുറത്തു വിട്ടിട്ടുള്ള പ്രകാരം കടലിൽ തന്നെ രണ്ട് രൂപമുണ്ട്. അതിൻ്റെ വീഡിയോസും മറ്റൊക്കെ നമ്മൾ പലപ്പോഴും കണ്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രൂപത്തെ അള്ളാഹു എങ്ങനെയാണ് കൃത്യമായിട്ട് കലരാതെ സൂക്ഷിച്ചു നിർത്തുന്നത്? കേവലം ഈ ദ്രവ്യമാകുന്ന ദ്രാവക രൂപത്തിലുള്ള വലതും നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ചായയും അതേപോലെ തന്നെ ഒരു ജ്യൂസും പരസ്പരം കൂട്ടിച്ചേർത്താൽ, കാപ്പിയും കൂട്ടിച്ചേർത്താൽ അത് കൂടിക്കലരാറില്ലേ? എന്നാൽ ഈ കടൽ വെള്ളത്തെ അള്ളാഹു എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ബൈനഹുമാ, അവ രണ്ടിൻ്റെയും ഇടയിൽ ബർസഖുൻ ലാ യബ്ഗിയാൻ, ഒരു മറയുണ്ട്, ലാ യബ്ഗിയാൻ. അത് ആ മറ കാരണമായിട്ട് പരസ്പരം അതിര് കവിയുകയില്ല, അതിക്രമിച്ച് കടക്കുകയില്ല. അപ്പം രണ്ടിൻ്റെയും ബൗണ്ടറി അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് ഇഴകിച്ചേർന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന രൂപത്തിൽ ഒട്ടിയിട്ടിട്ടും ഉപ്പുവെള്ളം നല്ല വെള്ളത്തിലേക്കോ തിരിച്ചോ ചേർന്ന് രസം മാറ്റം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു മറ അള്ളാഹു സംവിധാനിച്ചു, സ്ഥാപിച്ചു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ചോദ്യം തുടരുന്നു. അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നുണ്ട്. യഹ്റുജു മിൻഹുമ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കടലുകളിൽ നിന്ന് ലുഅ്ലുഉ വൽ മർജാൻ, മുത്തും പവിഴവും. ലോകത്ത് ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളാണ് മുത്ത്, പവിഴം. ഈ രണ്ട് സമുദ്രത്തിൽ നിന്നും മുത്തും പവിഴവും ലഭ്യമാക്കുന്ന നൽകുന്ന റബ്ബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? തീർച്ച. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 24-ാമത്തെ വചനം. വലഹുൽ ജവാരിൽ മുൻശഅതു ഫിൽ ബഹ്രി കൽ അഅലാം. അതായത് മലകളെപ്പോലെ കടലിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പൊക്കി ഉണ്ടാക്കപ്പെട്ട സഞ്ചരിക്കുന്ന കപ്പലുകൾ. അൽ ജവാരിൽ മുൻശഅതു ഫിൽ ബഹർ, കടലിൽ സഞ്ചരിക്കുന്ന ഈ കപ്പലുകൾ, മലകളെപ്പോലെയുള്ള ഈ കപ്പലുകളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഈ മരങ്ങളുടെ മേൽ പായ കെട്ടി അങ്ങനെ പായക്കപ്പൽ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം യന്ത്രക്കപ്പലുകളും പിന്നീട് പുതിയ രീതികളും സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ആരാണ് അതിനെ ഉയർത്തി നിർത്തിയത്? എങ്ങനെയാണ് അത് സംവിധാനിച്ചത്? ഈ കടലിൽ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച ഈ ഒരു സിസ്റ്റം, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 26-ാമത്തെ വചനം. കുല്ലു മൻ അലൈഹാ ഫാൻ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഉള്ളതെല്ലാം നശിച്ചു പോകും. ഖിയാമത്ത് നാൾ വന്നാൽ ഇവിടെ ഒന്നും അവശേഷിക്കുകയില്ല, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഉദാരമതിയാകുന്ന മഹോന്നതനാകുന്ന റബ്ബ്, ആ റബ്ബ് മാത്രമാണ് ഇവിടെ അവശേഷിക്കുക. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ എത്ര വലിയ രൂപത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കെട്ടിപ്പടുത്താലും അതെല്ലാം നശിക്കും. അള്ളാഹു മാത്രമാണ് ഒടുവിൽ അവശേഷിക്കുക എന്നാണ് പ്രസ്തുത വചനങ്ങൾ നമ്മളോട് പറയുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആകാശ ഭൂമികളിലുള്ള എല്ലാവരും യസ്അലുഹു, അവനോട് ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹു ആണെങ്കിൽ എല്ലാ ദിവസവും അവൻ്റെ കാര്യങ്ങളിലാണ്, ഏർപ്പാടുകളിലാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഒരു രാജാവ് തൻ്റെ മന്ത്രിയോട് ഈ ആയത്തിനെക്കുറിച്ച്, അള്ളാഹു എല്ലാ ദിവസവും ഓരോ കാര്യത്തിലാണ്, കുല്ലയൗമിൻ ഹുവ ഫീ ശൈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം നാളെ പറയാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ എന്ത് പറയുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന മന്ത്രിയെ കണ്ട വീട്ടിലുള്ള അടിമ തൻ്റെ യജമാനനോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? യജമാനൻ അടിമയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ രാജസന്നിധിയിൽ വന്ന് ഞാനതിന് മറുപടി പറയാമെന്ന് അടിമ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാജസന്നിധിയിൽ പ്രവേശിച്ചുകൊണ്ട് രാജാവിന് മുന്നിൽ അടിമയാകുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഈ അടിമ രാജാവിന് മുമ്പിൽ ഈ ആയത്തിൻ്റെ വിശദീകരണം പറയുകയാണ്. അതിൻ്റെ ഉദ്ദേശം, അവൻ രാവിനെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, അതേപോലെ തന്നെ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. രോഗികൾക്ക് ശമനം നൽകുന്നു, ആരോഗ്യമുള്ളവന് രോഗം നൽകുന്നു, സുഖമുള്ളവന് പരീക്ഷണവും പരീക്ഷിക്കപ്പെടുന്നവന് സുഖവും, നിന്ദ്യന് യോഗ്യതയും യോഗ്യന് നിന്ദ്യതയും നൽകുന്നു, ധനികനെ ദരിദ്രനും പാമരനെ പട്ടിണിയിൽ നിന്നും അകറ്റി ധനികനും സമ്പന്നനുമാക്കുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവതരിച്ചപ്പോൾ രാജാവിന് ആ മറുപടി തൃപ്തിപ്പെടുകയും അങ്ങനെ രാജാവിൻ്റെ സംശയം തീർന്നു പോവുകയും അങ്ങനെ അത് കാരണം അള്ളാഹു നിനക്ക് എളുപ്പം നൽകട്ടെ എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇത് കാരണമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിക്കുപ്പായവും നൽകി. അപ്പോൾ ഈ അടിമ എനിക്കത് നൽകിയതും അള്ളാഹുവാണെന്ന് പ്രതികരിച്ചു.
ഇതാണ് അള്ളാഹു ആകാശഭൂമികളിലുള്ളവരെല്ലാം അവനോട് യാചിക്കുന്നു, അവൻ എല്ലാ ദിവസവും അവൻ്റെ കാര്യങ്ങളിൽ ഏർപ്പാടിലാണെന്ന് പറഞ്ഞ ആയത്തിൻ്റെ ഉദ്ദേശം. ലോകത്തുള്ള സർവ്വരും അള്ളാഹുവിനോട്, ഇത് മതമുള്ളവനാവട്ടെ മതനിഷേധിയാവട്ടെ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ഭൂമിയിലുള്ളവരാവട്ടെ ആകാശത്തിലുള്ളവരാവട്ടെ ഏതെങ്കിലും ഒരു നിലയിൽ റബ്ബിനോട് യാചിക്കുന്നവരാണ്. വായു, വെള്ളം, ഭക്ഷണം തുടങ്ങിയ സകല കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ ഒരു നിമിഷവും കഴിച്ചുകൂട്ടാൻ മനുഷ്യൻ അശക്തനാണെന്ന ബോധമാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹുവിൻ്റെ ചോദ്യം തുടരുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 31-ാമത്തെ വചനം, സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. രണ്ട് സമൂഹമേ, നിങ്ങളെ സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ, അടുത്ത് തന്നെ നാം വിചാരണ ചെയ്യുന്നതാണ്. അതായത് ജിന്ന് മനുഷ്യ വർഗ്ഗങ്ങളോട് അള്ളാഹു അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വിചാരണ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതിയിരിക്കണമെന്നുമുള്ള റബ്ബിൻ്റെ താക്കീതാണ് ഈ ആയത്തിലൂടെ മനുഷ്യനും ജിന്നുകളോടും അള്ളാഹു പ്രത്യേകം പറഞ്ഞു വെക്കുന്നത്. 32-ാമത്തെ വചനം, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. 33-ാമത്തെ വചനം, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഓ മനുഷ്യ ജിന്ന് സമൂഹമേ, ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മേഘങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ, അഖ്താറുസ് സമാവാതി വൽ അർദ്, ഈ അൻ തൻഫുദൂ, അപ്പോൾ ആകാശഭൂമികളിൽ നിന്നും പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം നിങ്ങൾ ഫൻഫുദൂ, പുറത്തു പോകൂ. എന്നാൽ പറയട്ടെ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, സുൽത്താൻ, ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയുകയില്ല. അള്ളാഹു മനുഷ്യനെ വെല്ലുവിളിക്കുകയാണ്. എത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിലും ടെക്നോളജികൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ആകാശ ഭൂമികളിൽ നിന്ന് മനുഷ്യന് പുറത്തു പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്നും ആകാശഭൂമികളെല്ലാം അള്ളാഹുവിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണെന്നും അവയിൽ നിന്ന് പുറത്തു പോകാൻ ഒരു കഴിവ് വേണമെന്നും, പക്ഷേ അങ്ങനെയുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ലെന്നും അതിനാൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നുമാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുന്നത്. മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ ഓടി നോക്കൂ എന്നും, ആകാശഭൂമിയിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കൂ എന്നും, എന്നാൽ ഞാൻ കഴിവ് നൽകാത്ത ഒന്നിനും നിങ്ങൾക്ക് കഴിയില്ല എന്നുമാണ് ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും എത്ര വലിയ ഉന്നതിയിലെത്തിയാലും, എത്ര വലിയ സയൻറ്റിഫിക് റിസർച്ചുകൾ നടത്തിയാലും, എത്ര വലിയ സ്ട്രാറ്റജികളിലൂടെ അവൻ പ്രൂവ് ചെയ്താലും അപ്പോഴെല്ലാം മനുഷ്യൻ താഴ്ന്നവനാണ്, അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ദ്യനാണ് എന്ന് തന്നെയാണ് ഈ ആയത്തുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അഹങ്കാരവും ധിക്കാരവും ഈ മനുഷ്യന് പാടില്ല എന്ന ഒരു ഉദ്ദേശവും കൂടി ഈ ആയത്തിൽ നിന്ന് നാം ഗ്രഹിച്ചെടുക്കണം. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തൻതസിറാൻ. 35-ാമത്തെ വചനം, യുർസലു അലൈക്കുമാ, ഇരുവിഭാഗത്തിൻ്റെയും നേരെ നമ്മൾ അയക്കും. എന്താണ്? ശുവാദും മിൻ നാരിൻ, തീജ്വാലയും പുകയും അയക്കുന്നതാണ്. വനുഹാസുൻ, നുഹാസ് എന്ന് പറഞ്ഞാൽ തീജ്വാലയും പുകയും അയക്കപ്പെടും. അങ്ങനെ അയക്കപ്പെടുമ്പോൾ ഫലാ തൻതസിറാൻ, അത് ചെറുത്തു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, എന്നാൽ നിങ്ങൾ നശിക്കപ്പെടും. അതായത് വിചാരണ ദിവസം അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിൻ്റെ ഈ വചനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആ സന്ദർഭത്തിൽ രക്ഷ നേടുവാൻ അവർക്ക് സാധിക്കില്ലെന്ന് അവരെ ഉണർത്തുകയാണ്. അതായത് ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കുമ്പോൾ മനുഷ്യന് ഉണ്ടാകുന്ന ഭയാനകരമാകുന്ന ശിക്ഷയും അവൻ്റെ അദാബും ഈ തീജ്വാലകളെല്ലാം മനുഷ്യൻ അനുഭവിക്കേണ്ടതാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അവിടെ നിങ്ങളൊരു കോട്ടയും രക്ഷപ്പെടുത്തുകയില്ല. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ആരാണ് നിൻ്റെ റബ്ബിൻ്റെ ഈ അനുഗ്രഹങ്ങളെ നിഷേധിച്ചവർ? ആരാണ് ഇതിനെയൊക്കെ കളവാക്കുന്നതെന്ന് റബ്ബ് വീണ്ടും ചോദിക്കുന്നു. 37-ാമത്തെ വചനം, ഫഇദാ ഇൻശഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ. ഫഇദാ ഇൻശഖത്തിസ് സമാഉ, ആകാശം പൊട്ടിപ്പിളരുകയും, ഫകാനത്തിൽ വർദതു കദ്ദിഹാൻ, ഈ വർദത്ത് എന്ന് പറഞ്ഞാൽ പനിനീർ വർണ്ണമുള്ളതും എണ്ണ പോലെയും ആയിത്തീരുകയും ചെയ്താൽ, അതായത് ആകാശം പൊട്ടിപ്പിളർന്ന് അതൊന്നുമല്ലാതായി തീർന്നാൽ അതിൻ്റെ ഭീകരാന്തരീക്ഷം എത്രയായിരിക്കും? ഖുർആൻ ചോദിക്കുന്നു. അതായത് ഇതുവരെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം പരലോക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിലേക്കാണ് ഈ ഖുർആനിൻ്റെ സൂറത്തുർ റഹ്മാനിൻ്റെ പോക്ക്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഖിയാമത്ത് നാൾ, അതിലെ സംഭവ വികാസങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ആകാശത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് പൊട്ടിപ്പിളരും, അതിൽ നക്ഷത്രങ്ങളടക്കമുള്ള ഗോളങ്ങളെല്ലാം താറുമാറാവും, അത് എണ്ണ പോലെ കുഴഞ്ഞ് ബലഹീനമാവും, അതിൻ്റെ നിറമാറ്റം സംഭവിച്ച് പനിനീർ പോലെ ചെമ്മഞ്ഞയായി തീരുമെന്നുമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസും വലാ ജാൻ. അവിടെ പറയുകയാണ്,
ഫയൗമ ഇതിൻ അന്ന് ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ, ഒരു മനുഷ്യനോടാവട്ടെ ജിന്നിനോടാവട്ടെ തൻ്റെ കുറ്റത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. അതായത് ദോഷികളുടെ ദോഷങ്ങളെക്കുറിച്ച് റബ്ബിന് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അള്ളാഹു മുൻകൂട്ടി അറിയുന്നവനും ഹൃദയാന്തരങ്ങളിലുള്ളതടക്കം അറിയും എന്ന് ഖുർആനിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പഠിപ്പിക്കുകയും ചെയ്തവനാണ് റബ്ബ്. പിന്നെ ഇവിടെ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി റബ്ബ് ചോദിക്കുകയില്ല, കാരണം അവിടെ എല്ലാം വ്യക്തമായിരിക്കും. എന്നാൽ ഖുർആനിൻ്റെ മറ്റു ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ ദോഷങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പറഞ്ഞതോ അത് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ തെറ്റാണ് നീ ചെയ്തു കൂട്ടിയത് എന്നല്ല, മറിച്ച് അങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തത് എന്തിനാണ് ഇങ്ങനെ ചെയ്തു കൂട്ടിയത് എന്ന ചോദ്യമാണെന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാൽ ഇവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല. അന്ന് മുജ്രിമീങ്ങൾ കുറ്റവാളികൾ അവരുടെ അടയാളങ്ങൾ മുഖേന അറിയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും. ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം, അവരുടെ തലയും കാലും കൂട്ടിപ്പിടിക്കപ്പെടുന്നതായിരിക്കും. അപ്പം അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇവരാണ് പാപികളും ദോഷികളുമെന്ന്. അതായത് കുറ്റക്കാരാണെന്നതിൻ്റെ തെളിവുകൾ അവരുടെ മുഖത്തിൽ നിന്ന് കാണാനാവും. അവരുടെ മുഖം കറുത്തും കണ്ണുകൾ നീലവർണ്ണമായും അന്ന് കാണുമെന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊരു ഭയാനകരമായിരിക്കും ആ അന്തരീക്ഷം, നമ്മളൊന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചില മുഖങ്ങളന്ന് ചുളുങ്ങിയിരിക്കുമെന്നും ചില മുഖങ്ങളന്ന് കറുത്തിരിക്കുമെന്നും ഖുർആൻ പറഞ്ഞത് ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം. മറ്റ് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരെ ചങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ട് തലയും കാലും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി നരകത്തിൽ എറിയപ്പെടുമെന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ അള്ളാഹു നടത്തുന്നത്. അതായത് തെറ്റ് ചെയ്ത കുറ്റവാളികൾ നിഷേധിച്ചു കൊണ്ടിരുന്ന നരകമാണ് അന്ന് അവർക്ക് കാണിക്കപ്പെടുക. അവിടെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. പരസഹായമില്ലാതെ നിസ്സഹായരായിക്കൊണ്ട് അവർ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യം. കൺമുന്നിൽ കാണുന്ന നരകത്തെക്കുറിച്ചാണ് ഹാദിഹി ജഹന്നം എന്ന് ഖുർആൻ പറയുന്നത്. അവരോട് അന്ന് പറയപ്പെടും യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അതായത് അത്തരം കുറ്റവാളികൾ നരകത്തിൻ്റെയും അതേപോലെ തന്നെ നരകത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇടയിലും ചുറ്റി നടക്കും. അതായത് നരകത്തിൻ്റെ ചൂടുകൊണ്ട് അവർ വെള്ളം ചോദിക്കുമ്പോൾ മനുഷ്യരെ കത്തിച്ച ആ വെള്ളമാണ് അവർക്ക് നൽകപ്പെടുക. അങ്ങനെ ആ മനുഷ്യരെ കത്തിച്ച് മനുഷ്യരിൽ നിന്ന് ഒലിക്കുന്ന വെള്ളമാണ് അവർക്ക് നൽകപ്പെടുക എന്നാണ് ഇവിടെ പറയുന്നത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. 46-ാമത്തെ വചനം. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് അവൻ 2 സ്വർഗ്ഗപ്പൂന്തോപ്പുകൾ നൽകുമെന്നാണ് പറഞ്ഞത്. ജന്നത്താൻ, 2 എണ്ണം. എന്താണ് ആ 2 എണ്ണം? അതായത് ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെന്ന് ഖുർആൻ വിശദീകരിച്ച സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളെ ഒരിക്കൽ ഒരു പാല് കുടിക്കുകയുണ്ടായി. അങ്ങനെ പാല് കുടിച്ച് വയറിലെത്തിയപ്പോഴാണ് താൻ കുടിച്ച പാൽ അത് ഹലാലായ നിലയിലല്ല എനിക്കെത്തിയതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ വയറിലെത്തിയ പാല് മുഴുവനും കയ്യിട്ട് ഛർദ്ദിച്ചു കളഞ്ഞു. അങ്ങനെ അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ വിഷയത്തിലാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. താൻ കുടിച്ച പാല് കാരണം അള്ളാഹുവിൻ്റെ വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്ന ഭയം ഉണ്ടായതുകൊണ്ടാണല്ലോ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് തുനിഞ്ഞത്. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഖുർത്തുബി ഇമാമും അതുപോലെ തന്നെ ഖുർത്തുബി ഇമാം ലഹാഖ് റഹിമഹുള്ളയെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. അതായത് പല അഫ്നാൻ വകുപ്പുകളുള്ള 2 എണ്ണമായിരിക്കും. സ്വർഗത്തെക്കുറിച്ചാണ് ഈ പരാമർശം. അതായത് പല വിധത്തിലും സ്വഭാവത്തിലുമുള്ള സൗകര്യങ്ങളാണ് ആ 2 സ്വർഗ്ഗത്തോപ്പിലും ഉണ്ടാകുക. മരങ്ങളിലെ വ്യത്യസ്തതയും പഴങ്ങളിലെ വ്യത്യസ്തതയും മറ്റ് അവിടുത്തെ സംവിധാനങ്ങളും രുചികളും ഈ പല വ്യത്യാസങ്ങളിൽ ഉൾപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. റബ്ബിക്കുമാ തുകദിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ. അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ടെന്ന് ഇവിടെ പറയുകയാണ്. അതായത് തസ്നീം, സൽസബീൽ എന്നിവയാണ് ഈ 2 അരുവികളെന്ന് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഖുർത്തുബി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിച്ചൊഴുക്കിയ ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ ആദരണീയമായ ആ 2 നദികൾ ഉണ്ടെന്ന് അബൂബക്കറുൽ വറാഖിൽ നിന്നും ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ നന്മകളാണ് സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചതെന്നാണ് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഫീഹിമ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. ആ 2 സ്വർഗ്ഗങ്ങളിലും എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള ഇണകളുണ്ട്.
അതായത് ഭൂമിയിലുള്ള എല്ലാ മരങ്ങളിലും അതിലെ പഴം മധുരമുള്ളതായിരുന്നാലും കയ്പുള്ളതായിരുന്നാലും ശരി, സ്വർഗ്ഗത്തിൽ അതിന് മധുരമായിരിക്കും. അപ്പം ഭൂമിയിൽ നമ്മൾ കൈപ്പേറിയ ചില പഴങ്ങളുണ്ടല്ലോ, അത് സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അതിന് മധുരിക്കും. അതായത് ആട്ടങ്ങയും മറ്റുപോലെ സ്വർഗ്ഗത്തിൽ മധുരമുള്ളതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ കയ്പുള്ളതാണെങ്കിലും അവിടെ മധുരമുള്ളതായിരിക്കും. എന്ത് രസമായിരിക്കും. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ മുത്തഖീന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖിൻ വജനൽ ജന്നതൈനി ദാൻ. 54-ാമത്തെ വചനം. അതായത് ഈ പട്ടുകൾ കൊണ്ട് തടിച്ച, അതായത് വീർത്ത പട്ടുകൊണ്ടുള്ള വിരിപ്പുകളിൽ അവർ കിടക്കുന്നവരായിരിക്കും ആ സ്വർഗത്തിലുള്ള ആളുകൾ. വജനൽ ജന്നതൈനിദാൻ, അതേപോലെ തന്നെ 2 സ്വർഗത്തിലെയും പഴങ്ങൾ താഴ്ന്നു നിന്ന് പറിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അടുത്ത് നിൽക്കുന്നുണ്ടാകും. വജനൽ ജന്നതൈനിദാൻ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഉൾഭാഗം തടിച്ചത് എന്ന് പറയുമ്പം ആ പട്ടുമെത്തകളുടെ പുറം വളരെ സ്മൂത്തായിരിക്കും, വളരെ സുന്ദരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം, നൈർമല്യമുള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ കിടന്നും ഇരുന്നുമൊക്കെ കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ, പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ വൃക്ഷങ്ങളെയും പഴങ്ങളെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുമുള്ള സുഖങ്ങളുടെ ഒരു പറുദീസയാണ് സ്വർഗം. فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان. 56-ാമത്തെ വചനം. കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണികൾ ഫീഹിന്ന ഖാസിറാത്തു ത്വർഫ് ആ സ്വർഗത്തിലുണ്ട്. അതായത് ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, മനുഷ്യനോ ജിന്നുകളോ ഇതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ അവിടെ നമുക്ക് ലഭിക്കും. അതായത് കണ്ണുകൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താക്കളിലേക്കല്ലാതെ നോക്കാത്ത, ഭർത്താക്കളെ മാത്രം സ്നേഹിക്കുന്ന പരിശുദ്ധകളാകുന്ന ഭാര്യമാർ എന്നാകുന്നു. അവരെ സ്പർശിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്കല്ലാതെ ലഭിക്കുകയില്ല. അതുകൊണ്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, അവരെ കണ്ടാൽ മാണിക്യവും അതേപോലെ തന്നെ പവിഴവും പോലെ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയാണ് ഖുർആൻ നടത്തുന്നത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അതായത് ഭൂമിയിൽ കഷ്ടപ്പെട്ട് നന്മ ചെയ്ത ആളുകൾക്ക് പ്രതിഫലമായിട്ട് നന്മയല്ലാതെ മറ്റെന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? വമിൻ ദൂനിഹിമാ ജന്നതാൻ, നേരത്തെ പറഞ്ഞ 2 സ്വർഗം, അതായത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞതിന് പുറമെ ജന്നതാൻ 2 സ്വർഗത്തോപ്പുകൾ കൂടി അവിടെയുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സിദ്ദീഖ് തങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പറയുന്ന മുഖറബീങ്ങൾ, അവർക്ക് നൽകുന്ന 2 സ്വർഗവിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ സൂറത്തു വാഖിയയിലും മറ്റൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ നേരെ താഴത്തുള്ള ഡിഗ്രി കുറഞ്ഞ മുഅ്മിനീങ്ങൾ, അവർക്ക് പറയുന്നതാണ് അസ്ഹാബുൽ യമീൻ. അവർക്ക് വലതുപക്ഷക്കാർ, നന്മയുടെ വക്താക്കൾ, അവർക്ക് അള്ളാഹു സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മുദ്ഹാമ്മതാൻ, കടും പച്ചയായ 2 അപ്പോൾ പച്ച നിറത്തിലാണ് സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. അതായത് ഫലവൃഷ്ണങ്ങളും അതേപോലെ തന്നെ സസ്യലതാദികളും കൂടി അത് വർദ്ധിച്ചതുകൊണ്ട് അതിൻ്റെ ആധിക്യത്താൽ കടും പച്ച പോലെയുണ്ട് ആ സ്വർഗം എന്നാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ വിവക്ഷ. ഫീഹിമാ ഐനാനി നല്ലാഹത്താൻ, ഇടയിൽ ആ ചോദ്യം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഫീഹിമാ ഐനാനി നല്ലാഹത്താൻ, ആ സ്വർഗങ്ങളിൽ തന്നെ ഒഴുകുന്ന ഒലിപ്പുള്ള നദികൾ, അരുവികൾ അതിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഫിഹിമാ ഫാക്കിഹത്തും വനഖ്ലും വറുമ്മാൻ, അതിൽ നല്ല പഴവർഗ്ഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് അറബികളായതുകൊണ്ട് ഈത്തപ്പനയുണ്ട്, ഉറുമാൻ പഴമുണ്ട് എന്നെല്ലാം അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇവിടെ എന്തിനാണ് ഈത്തപ്പനത്തെയും റുമ്മാനെയും എടുത്തു പറഞ്ഞത്? അത് ബൈളാവി ഇമാമും മറ്റുമൊക്കെ പറയുന്നത് ഈത്തപ്പഴം എന്നുള്ളത് ഭക്ഷണമാണ്, അതേപോലെ തന്നെ അതൊരു പഴമാണ്. റുമ്മാൻ എന്ന് പറഞ്ഞാൽ അത് പഴമാണ്, അതോടൊപ്പം അതൊരു മരുന്നുമാണ്. അതുകൊണ്ട് അങ്ങനെ ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് ഇതിനെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതെന്ന് കാണാം. ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവിടെ സുന്ദരികളാകുന്ന സ്ത്രീകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അവരെ ഈ സത്യവിശ്വാസികൾക്ക്, അസ്ഹാബുൽ യമീനിന് വേണ്ടിയിട്ട്, വലതുപക്ഷക്കാർക്ക് വേണ്ടി, നന്മയുടെ വാക്താക്കൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, അവർ ഹൈമകൾ, കൂടാരങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ട വെളുത്ത സുന്ദരികളാണ്. മഖ്സൂറാത്തുൻ, അതായത് അങ്ങാടിയിൽ നടന്ന് നിരങ്ങളിലൂടെ നടന്നുകൊണ്ട് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ച ആളുകളല്ല, മറിച്ച് സ്വകാര്യതയാണ് മഹത്വം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഉള്ളിലിരിക്കുന്ന, ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീയുടെ മഹത്വം അതിനെ ഖുർആൻ എപ്പോഴും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്.
ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ കൂടാരങ്ങളിൽ ഇവരെയും കൊണ്ട് ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് നീങ്ങി വരും. അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യൻ അങ്ങോട്ട് തേടി ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ കൂടാരങ്ങൾ സ്ത്രീകളെയും കൊണ്ട് മനുഷ്യനിലേക്ക് ആളുകളിലേക്ക് അടുക്കുന്ന വിധമാണ് അവിടെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്വർഗം അത് നമ്മുടെ വർണ്ണങ്ങൾക്ക് അപ്പുറമാണ്, അവർണ്ണനീയമാണ്, അത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. അവരെയും ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ, മുമ്പൊരിക്കലും ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ലാത്ത തരുണീമണികളാകുന്ന സ്ത്രീകളാണ് അവിടെയുള്ളത്. മുത്തഖീന അലാ റഫ്റഫിൻ ഖുദ്രിൻ വഅബ്ഖരിയിൻ ഹിസാൻ. ആ സ്വർഗത്തിലുള്ള വിശ്വാസികൾ പച്ച തലേണയിലും റഫ്റഫിൻ ഖുദ്രിൻ പച്ച തലേണയും വഅബ്ഖരിയിൻ ഹിസാൻ ഭംഗിയുള്ള അഴകാർന്ന പരവതാനികളിലും ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗീയ ആളുകളുടെ വിശേഷണമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് സ്വർഗത്തിൽ പണിയോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ അധ്വാനമൊന്നുമില്ല, മറിച്ച് ഇണകളുടെ സാമീപ്യം നേടുന്നതിന് മുമ്പും ശേഷവും സമാധാനത്തോടെ ഇരിക്കുമെന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. സ്വർഗത്തിലെ പ്രത്യേക തലേണയും പരവതാനിയും ഒക്കെ അവർക്ക് ലഭ്യമാണ്. സ്വർഗത്തിൽ ഭൂമിയിൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുക്കളുടെ നാമം പറഞ്ഞ് നമ്മെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയാണ്. അതായത് സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ മാത്രം എണ്ണി പറയുന്നു. സ്വർഗത്തിലുള്ളതൊന്നും നമ്മുടെ ഭൂമിയിൽ അവൈലബിൾ അല്ല, ലഭ്യമല്ല, മറിച്ച് അതൊന്നും സമാനമല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഭൂമിയിലെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ചിന്തിക്കാത്ത, അതിന് കഴിയാത്ത സൗകര്യങ്ങളാണ് അവിടെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതെന്ന് അള്ളാഹു തന്നെ അറിയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറത്തിലെ അവസാനത്തെ വചനം 78-ാമത്തെ വചനം, തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ 2 സ്വഭാവ വിശേഷണങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന് ജലാൽ, എന്നാൽ ഗൗരവവും ഗാംഭീര്യവും മഹത്വവുമുള്ള റബ്ബ് എന്നൊക്കെയാണ് അർത്ഥം. ഇക്രാം എന്നാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഔദാര്യം ചെയ്യുകയും ചെയ്യുക എന്നുമാണ്. എല്ലാവിധത്തിലുള്ള മഹാത്മ്യവും അള്ളാഹുവിന് ഉണ്ട് എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ജലാൽ എന്നത് തനിക്ക് യാതൊരു നിലയ്ക്കും ആശ്രയിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുമ്പോൾ, ഇക്രാം എന്നത് അവനിലേക്ക് മറ്റുള്ളവരെല്ലാം ആശ്രയിച്ചേ മതിയാവൂ. അള്ളാഹു സ്വമതാണ്, അതേ സമയത്ത് തന്നെ അള്ളാഹുവിലേക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട് എന്നാണ്. ഒന്നാമത്തെ ഗുണം മുഖേന അവൻ മഹത്വപ്പെടുത്താനും ആരാധിക്കപ്പെടാനും അർഹനാണെന്നും, രണ്ടാമത്തെ മഹത്വം മുഖേന അവൻ നന്ദി ചെയ്യപ്പെടാനും ഓർമ്മിപ്പിക്കപ്പെടാനും അർഹനാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുള്ള ഒരു ദിക്റാണിത്, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഈ ദിക്ർ മുഖേന നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കൂ, നിങ്ങൾക്കവൻ പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കൂ എന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ഉരുവിടേണ്ട ദിക്റുകളിൽ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ എപ്പോഴും അതിൽപ്പെട്ടതാണ്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷയും എന്നാൽ അവൻ്റെ ശിക്ഷയിൽ ഭയവും ഉണ്ടാവണം. അപ്പം ഒരു വിശ്വാസിയുടെ മനസ്സിൽ പ്രതീക്ഷയും ഭയവും ഉണ്ടാവണം. ബൈനൽ ഖൗഫി വറജ, പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും ഇടയിലാണ് മനുഷ്യൻ വിശ്വാസം ജീവിക്കേണ്ടതെന്ന് ഇസ്ലാം പറഞ്ഞു വെച്ച് പഠിപ്പിച്ചതിൻ്റെ ആ ഒരു അർത്ഥത്തിലേക്കാണ് ഈ ആയത്ത് നമ്മെ കൊണ്ടുപോകുന്നത്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച പല അനുഗ്രഹങ്ങളും പറഞ്ഞു. അവയെല്ലാം നശിച്ചു പോകുമെന്നും അള്ളാഹു മാത്രമാണ് അവശേഷിക്കുകയെന്നും അതിനുശേഷം പരലോകത്തുള്ള സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും നരകത്തിൻ്റെ ശിക്ഷയും വിശദീകരിക്കുകയും ചെയ്തു. ശേഷം അള്ളാഹുവിൻ്റെ നാമം മേന്മ നിറഞ്ഞതാണെന്നും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ അധ്യായത്തിൻ്റെ ഓർഡറാണ്. അങ്ങനെ ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഈ ക്രമത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നിലനിൽപ്പുള്ളത് അള്ളാഹുവിന് മാത്രമാണെന്നും ഭൂമി പൂർണ്ണമായും നശിക്കുമെന്നും പരലോകം അള്ളാഹു ബാക്കിയാക്കിയതുകൊണ്ട് ശേഷിച്ചതാണെന്നും അതിനാൽ അവൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന നാം അതിന് നന്ദി ചെയ്യാനും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാനും അതുവഴി അവൻ ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിനു യോഗ്യത നേടാനും ശ്രമിക്കണമെന്നും, എന്നാൽ ധിക്കാരികളായാൽ അവർക്ക് അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷയാകുന്ന നരകം തയ്യാറാക്കപ്പെട്ടിട്ടെന്നും ഉണ്ടെന്നും നമ്മെ അള്ളാഹു ഈ സൂറത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ സൂറത്തു റഹ്മാൻ്റെ മഹത്വത്തിൽ ആരെങ്കിലും ഈ അധ്യായം പാരായണം ചെയ്താൽ അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തവനാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ബൈളാവിയിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ദൈനംദിനം പാരായണം ചെയ്യണം. സബൂൽ മുൻജിയാത്തിൽ ഈ അധ്യായത്തെ എണ്ണിയ പണ്ഡിതന്മാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം എല്ലാ ദിവസവും നമ്മളും നമ്മുടെ വീട്ടുകാരും പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അധ്യായത്തിൻ്റെ മഹത്വം അത് കാരണമായിട്ട് ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന വിശ്വാസികളിൽ ആഖിറത്തിൽ അവൻ്റെ ഹിസാബ് എളുപ്പമാക്കി അങ്ങനെ സ്വർഗത്തിലെത്തിച്ചേരുന്ന വിശ്വാസികളിൽ സൽഗുണ സമ്പന്നരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.